Hello to all my students. After a very long time, I'm back with my YouTube channel. ആൻഡ് ഈ പ്രാവശ്യം ഞാൻ വന്നേക്കുന്നത് ICSE സ്റ്റുഡൻസിൻ്റെ പുതിയ ബുക്കായ ട്രഷർ ചെസ്റ്റ് എന്ന് പറയുന്ന ബുക്കിലത്തെ ദി എലിവേറ്റർ എന്നുള്ള ലെസനുമായിട്ടാണ്. എക്സാം തുടങ്ങുന്നതിന് മുമ്പ് ഇതിനകത്തുള്ള 5 പ്രോസും 5 പോയിട്രിയും ഞാൻ ചെയ്യാൻ പരമാവധി ശ്രമിക്കാം. എബൌട്ട് ദി ഓഥറാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കയ്യിലെടുത്തോളൂ. പേജ് നമ്പർ 145. ആദ്യമായിട്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ പ്രാവശ്യത്തെ ICSE ക്ലാസ് 10 എക്സാംസ് എഴുതാൻ പോകുന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കേണ്ട കാര്യമാണ് ലെസൺസ് തറോ ആയിട്ട് വായിച്ചുകൊണ്ടിരിക്കുക. എത്ര പ്രാവശ്യം നിങ്ങൾക്ക് പറ്റുമോ അത്രയും പ്രാവശ്യം തറോ ആയിട്ട് മനസ്സിരുത്തി ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസ് നന്നായി ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, almost 40% of questions are going to be MCQ and competency based questions. So please be very thorough with the textbook. Okay, upper page number 145 edutolu. About the author, William Sleater, who was born in the year 1945 and died in the year 2011, was an American science fiction author. The theme of the family relationships is frequently intertwined with the science fiction plotline. In the short story The Elevator, the author explores the theme of the irrational fears of childhood in contrasting the characters of a sensitive boy with an insensitive father. It clearly shows the greater pressure exerted upon boys to be strong, brave, and not to cry. Martin probably has claustrophobia, as his greatest fear is being trapped in the lift. It takes a close look at the psyche of a child and offers an insight into a frightening world. The genre of horror fiction rears with its airy head as the story ends with Martin trapped in the elevator with a broken leg, unable to escape from the woman. സോ ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് മെയിൻ ക്യാരക്ടറായിട്ട് ഒരു ചെറിയ കുട്ടിയാണ്, 12-year-old മാർട്ടിൻ എന്ന് പറയുന്നത്. വളരെ വീക്കായിട്ട് കാണപ്പെടുന്ന ഒരു കുട്ടിയാണ്. അവളുടെ അച്ഛനാണ് നെക്സ്റ്റ് ക്യാരക്ടർ. ആൻഡ് a suspicious character not named actually, a fat lady, her name is not specified. And ആൺകുട്ടി ആകുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് പ്രഷേഴ്സ് ഉണ്ട് അല്ലേ, ബോയ്സിന് നന്നായി മനസ്സിലാവും. ആൺകുട്ടികൾക്ക് അറിയാൻ പാടില്ല എന്ന് പറയും. ആൺകുട്ടികൾക്ക് അറിയാൻ തുടങ്ങുമ്പോഴത്തേനും അമ്മമാരും ചുറ്റുള്ളവർ പറയും, അയ്യേ ആൺകുട്ടികൾക്ക് അറിയാൻ പാടില്ല. സോ ഇറ്റ്സ് എ മിസ്കൺസെപ്ഷൻ. ആൺകുട്ടികളെന്താ സങ്കടം വരില്ലേ? സങ്കടം വരുമ്പോൾ അവർ കരയുക തന്നെ ചെയ്യണം. ആൺകുട്ടി ആയതുകൊണ്ട് അവർക്ക് പേടി ഉണ്ടാവാൻ പാടില്ലേ? തീർച്ചയായിട്ടും പേടി ഉണ്ടാവും. മനുഷ്യന്മാരാണെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ പേടി ഉണ്ടാവും. അപ്പം പേടിക്കാൻ പാടില്ല, ആൺകുട്ടിയല്ലേ പേടിക്കാൻ പാടില്ല. ഗ്രോ അപ്പ് എന്നൊക്കെ കുഞ്ഞു പിള്ളേരുടെ തന്നെ പേരൻസും പിന്നെ ചുറ്റുള്ളവരൊക്കെ പറയാൻ തുടങ്ങുമ്പോൾ ആൺകുട്ടികൾക്കുണ്ടാവുന്ന ഒരു പ്രഷർ. ഓക്കെ, അതിൻ്റെ ഒപ്പം തന്നെ ഒരു ക്ലസ്ട്രോഫോബിക് ആയിട്ടുള്ള ഒരു കുട്ടിയോട് അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിനുണ്ടാകുന്ന ഡബിൾ പ്രഷർ, അതെല്ലാമാണ് ഈ ഒരു സ്റ്റോറിയിൽ അതിങ്ങനെ ഫേസ് ചെയ്യുന്നതൊക്കെയുള്ളതാണ് ഈ ഒരു സ്റ്റോറി. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇറ്റ് വാസ് an old building with an old elevator, a very small elevator which could carry only 3 people. Martin, a thin 12-year-old, felt nervous in it from the first day he and his father moved into the apartment. So 12-year-old Martin ഒരു ഓൾഡ് ബിൽഡിങ്ങിലെ അപ്പാർട്ട്മെൻറ്റിൽ വന്നപ്പോൾ മുതൽക്ക് തന്നെ ഹി വാസ് വെരി സ്കെയർ ടു ഗെറ്റ് ഇൻ ടു ദി എലിവേറ്റർ. ഇനിയും ആ ഒരു അപ്പാർട്ട്മെൻറ്റിന് കുറേ ഫ്ലോർസ് ഉള്ളതുകൊണ്ട് എലിവേറ്റർ എടുക്കുക എന്നുള്ളത് ഒരു നെസസിറ്റി ആയിരുന്നു, right? So of course he was always uncomfortable in elevators, afraid that they would fall. But this one was especially unpleasant. Perhaps this was because of the poor lighting and the dirty walls. Perhaps it was because of the door, which never stayed open long enough and slammed shut with a loud clanging noise. Perhaps it was the way the elevator shuddered each time it left a floor, as if it was exhausted. Maybe it was simply too small. It seemed crowded even with only 2 people in it. And ഈ ഒരു വലിയ ഫ്ലാറ്റ് സമുച്ചയത്തിൽ 17th ഫ്ലോറിലാണ് നമ്മുടെ മാർട്ടിൻ താമസിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എലിവേറ്റർ എടുക്കുക എന്നുള്ളത് ഒരു നെസസിറ്റി ആയിരുന്നു. പക്ഷേ നമ്മളുടെ ഹീറോ, 12-year-old ഹീറോ, ഹി വാസ് വെരി അൺകംഫർട്ടബിൾ ഇൻ എലിവേറ്റേഴ്സ്. അതിന് എന്തൊക്കെയാണ് കാരണം? പൊതുവേ എലിവേറ്ററിനോട് പേടിയായിരുന്നു, പക്ഷേ ഇവിടുത്തെ എലിവേറ്ററിനോട് പ്രത്യേകിച്ച് പേടി കൂടാൻ കാരണം ബിക്കോസ് ആ എലിവേറ്ററിൽ പുവർ ലൈറ്റിങ്സ് ആയിരുന്നു, ഡേർട്ടി വാൾസ് ആയിരുന്നു. നെക്സ്റ്റ് റീസൺ, അതിൻ്റെ ഡോറ് അധികം നേരം തുറന്ന് നിൽക്കില്ല, പെട്ടെന്ന് തന്നെ വലിയൊരു ശബ്ദത്തോടു കൂടി അടയും. സോ ദ ഡോർ യൂസ് ടു ഗെറ്റ് ക്ലോസ്ഡ് വിത്ത് എ ഹ്യൂജ് ലൗഡ് ക്ലാങ്ങിങ് നോയ്സ്. ആൻഡ് മൂന്നാമത്തെ റീസൺ,
Every time elevator left one floor, it used to shudder. Okay, and it sounded as if the lift is going to exhaust or stop at any time. Fourth reason, it was very small. Even if two people get into the lift, it becomes crowded. So four reasons ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, എഴുതണം. Next paragraph, the stairs were no better. Martin tried them one day after school. There were no windows and the lights were not working. Martin's footsteps echoed behind him on the cement as though there was another person climbing, getting closer. By the time he reached his home on the 17th floor, he was gasping for breath. സോ എലിവേറ്ററിൽ പേടിയായതുകൊണ്ട് ശരി എന്നാൽ സ്റ്റെയർകേസിലൂടെ പോകാമെന്ന് പറഞ്ഞാൽ സ്റ്റെയർകേസിൻ്റെ ഗതിയും സെയിം ആയിരുന്നു. എന്തൊക്കെയായിരുന്നു സ്റ്റെയർകേസിൻ്റെ പ്രോബ്ലം? There were no windows in the staircase. The lights of the staircase were not working. Okay. Then the third and main reason, according to Martin, was that whenever he climbed the steps, step കയറുമ്പോൾ നമ്മളുടെ ഫുഡ് സ്റ്റെപ്സിന് ഒരു എക്കോ ഉണ്ടാവും. ആ എക്കോ മാർട്ടിന് കൊടുത്ത ഫീൽ എന്തായിരുന്നു? മാർട്ടിൻ്റെ പിന്നിൽ ആരോ മാർട്ടിനെ ഫോളോ ചെയ്യുന്നു എന്നുള്ളൊരു ഫീലിംഗ് ആണ് കൊടുത്തിരുന്നത്. സോ ബിക്കോസ് ഓഫ് ദീസ് ത്രീ റീസൺസ് ഹി വാസ് കെയർ ടു ഗെറ്റ് ഓർ യൂസ് the stairs also. And on which floor does he stay? He stays on the 17th floor. And by the time he reaches the 17th floor, you can imagine, എല്ലാവർക്കും ഇമാജിൻ ചെയ്യാം, 17ാമത്തെ ഫ്ലോറിൽ സ്റ്റെപ്പ് യൂസ് ചെയ്ത് പോകുമ്പം നമുക്ക് ആർക്കും ശ്വാസം കിട്ടില്ല. സോ ദി സെയിം വാസ് ഹിസ് കണ്ടീഷൻ. ആൻഡ് അബവ് ദാറ്റ്, ഇൻ അഡീഷൻ ടു ദാറ്റ്, he was totally scared also. Now, Martin's father worked at home. So work from home ആയിരുന്നു മാർട്ടിൻ്റെ ഫാദറിന്. He wanted to know why Martin was out of breath. അപ്പോൾ അങ്ങനെ ഒരു ദിവസം 17ാമത്തെ ഫ്ലോറിലോട്ട് സ്റ്റെപ്പ് കയറി വന്നപ്പം അച്ഛൻ ചോദിച്ചു, എന്താണ് നിനക്കിങ്ങനെ ശ്വാസം മുട്ടുന്നത്, എന്തുകൊണ്ട് നീ ലിഫ്റ്റ് എടുത്തില്ല? വൈ ഡിഡ്ന്റ് യു ടേക്ക് ദ എലിവേറ്റർ, ഹി ആസ്ക്ഡ്, ഫ്രൗണിങ് അറ്റ് മാർട്ടിൻ. യു ആർ നോട്ട് ഓൺലി സ്കിന്നി ആൻഡ് വീക്ക് ആൻഡ് ബാഡ് അറ്റ് സ്പോർട്സ്, ഹിസ് ഫേസ് സീംഡ് ടു സേ, ബട്ട് യു ആർ ഓൾസോ എ കോവേർഡ്. നൗ ദിസ് ഇസ് ടു ബി നോട്ടഡ്. ഇത് പറഞ്ഞിട്ടില്ല മാർട്ടിൻ്റെ അച്ഛൻ. മാർട്ടിൻ്റെ അച്ഛൻ്റെ മുഖത്ത് നിന്നും മാർട്ടിൻ വായിച്ചെടുത്തതാണ്. എന്തൊക്കെയാണ്? ദാറ്റ് you are not only skinny, weak, you are bad at sports also, and above all these things, you are a coward. After that, Martin always took the elevator. He would have to get used to it. He told himself, just like he got used to being bullied at school. So ഇവിടുത്തെ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് മാർട്ടിൻ ഫേസ് ചെയ്യുന്നത്? ഒന്നാമത്തെ പ്രോബ്ലം, അച്ഛനിൽ നിന്നുമുള്ള സപ്പോർട്ട് ഇല്ല. അച്ഛൻ ഈസ് nagging him for being skinny, for being weak at and for being bad at sports, and he is also calling him coward. That is what Martin feels. അച്ഛനായിട്ടത് പറയുന്നില്ല, അച്ഛൻ്റെ ഫേസിൽ നിന്നും മാർട്ടിൻ അത് മനസ്സിലാക്കുന്നു. ഇനി എല്ലാ ദിവസവും അച്ഛൻ്റെ വായിൽ നിന്നും ചീത്ത കേൾക്കാണ്ടിരിക്കാൻ ഞാൻ ഇനി എലിവേറ്റർ തന്നെ എടുക്കും. ഞാനത് എലിവേറ്റർ യൂസ് ചെയ്യാൻ ഞാൻ ഇനിയും എന്നെ തന്നെ ശീലിപ്പിക്കാൻ പോവുകയാണ്. സിമിലർലി ദ വേ I have got used to the bullying at school. സ്കൂളിലും എല്ലാവരും എന്നെ ബുലി ചെയ്യും. ആ ബുലിയിങ് അവൻ സഹിക്കുന്ന പോലെ തന്നെ ഇനിയും സ്റ്റെയർകേസ് യൂസ് ചെയ്യാണ്ട് എലിവേറ്റർ യൂസ് ചെയ്ത് വരുന്ന ആ ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാം എന്ന് തീരുമാനിക്കുന്നു. ബട്ട് ഹി ഡിഡ്ന്റ് ഗെറ്റ് യൂസ്ഡ് ടു ഇറ്റ്. ഹി വാസ് ഓൾവേസ് അഫ്രെയ്ഡ് ദാറ്റ് ഇറ്റ് വുഡ് സ്റ്റോപ്പ് സഡൻലി ആൻഡ് ഹി വുഡ് ബി ട്രാപ്ഡ് ഇൻസൈഡ് ഇറ്റ് ഫോർ അവേഴ്സ് ബൈ ഹിംസെൽഫ്. But it wasn't much better when there were other passengers. He didn't like to be close to them. He also disliked the way people tried hard not to look at one another, staring at nothing. So ഇനി യൂസ് ടു ആവാൻ പറ്റിയില്ല. ഒന്നാമത്തെ കാര്യം ലിഫ്റ്റ് പേടിയായിരുന്നു. രണ്ടാമത്തെ കാര്യം അതിനകത്ത് ഒറ്റയ്ക്ക് പോകാൻ പേടിയായിരുന്നു. ഇനി ഒറ്റയ്ക്കല്ല, ആൾക്കാരുണ്ടെങ്കിലും മാർട്ടിന് പ്രശ്നമായിരുന്നു. എന്തായിരുന്നു പ്രശ്നം? മാർട്ടിൻ നെവർ ലൈക്ഡ് പീപ്പിൾ ഫേസിങ് പീപ്പിൾ. ആൾക്കാരെ ഫേസ് ചെയ്യാൻ മാർട്ടിന് ഇഷ്ടമുള്ള ആളല്ലായിരുന്നു. പിന്നെ ഒരു പരസ്പരം പരിചയമില്ലാത്ത ആൾക്കാർ മുഖത്തോട് മുഖത്ത് നോക്കി നിൽക്കുക, അതൊന്നും മാർട്ടിനെ കൊണ്ട് പറ്റുന്ന കാര്യം ഉണ്ടായിരുന്നില്ല. right? So he disliked the way people tried hard to not to look at each other and staring at nothing. നമ്മൾ ചിലപ്പം ഫ്ലാറ്റിൽ കയറുമ്പോൾ നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ കൂടെ നമ്മൾ ഷോപ്പിംഗ് കോംപ്ലക്സിലൊക്കെ പോകുമ്പം, നമ്മൾ ഓരോ ഫ്ലോറിൽ പോകുമ്പോൾ ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ കൂടെ നമ്മൾ ലിഫ്റ്റിൽ കയറി കഴിഞ്ഞാൽ ഡു വി ടോക്ക് ടു ദം? നോ. നമ്മളെവിടെ അവിടെയൊക്കെ നോക്കി നിൽക്കും. അല്ലെങ്കിൽ എലിവേറ്ററിൻ്റെ ലിഫ്റ്റിൻ്റെ ഡോറിലോട്ട് നോക്കി നിൽക്കും. സോ സം പീപ്പിൾ have no problem in doing that, but
people like Martin, who are already not very comfortable getting inside a lift, find it difficult with people around also. Okay. So Martin was a claustrophobic child. എലിവേറ്ററിൽ കയറുമ്പോൾ തന്നെ എലിവേറ്റർ താഴെ വീഴുവോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിന്ന് പോവോ, അതിനകത്ത് ശ്വാസം മുട്ടി അവൻ മരിച്ചു പോവോ എന്നൊക്കെയുള്ള ഫീലിംഗ് ഉള്ള ഒരു കുട്ടിയായിരുന്നു. എന്താണ് അവന് സംഭവിക്കുന്ന ഒരു ദിവസം നോക്കാം. ഇനി നമുക്ക് വൺ മോർണിംഗ് ദി എലിവേറ്റർ സ്റ്റോപ്ഡ് അറ്റ് ദ 14th floor and a fat lady got on. She was wearing an old green coat that ballooned around her. As she waddled into the elevator, Martin was sure he felt it sink under her weight. She was so big that her coat brushed against him and he had to squeeze himself into a corner. There was no room for anybody else. The door closed quickly behind her and instead of facing it, she turned around and stared at Martin. Now, ഒരു ദിവസം 14th ഫ്ലോറിൽ നിന്നും പെട്ടെന്ന് എലിവേറ്റർ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു ഫാറ്റ് ലേഡി കയറുന്നു. അപ്പോൾ 17th ഫ്ലോറിൽ നിന്ന് ഓൾറെഡി മാർട്ടിൻ എലിവേറ്ററിൻ്റെ ഉള്ളിലുണ്ട്. And this lady was wearing an old green coat which was all around her belly. She was very fat. And ഫാറ്റ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ദേ വാഡിൽ, താറാവ് നടക്കുന്ന പോലെ ആണ് അവർ നടക്കുന്നത്. സോ ഷീ വാഡിൽഡ് ഇൻ ടു ദി എലിവേറ്റർ ആൻഡ് മാർട്ടിൻ അപ്പം തന്നെ മനസ്സിലാവും സ്ത്രീയുടെ വെയിറ്റിൻ്റെ കീഴിൽ വെയിറ്റ് ഈ ഒരു എലിവേറ്ററിന് താങ്ങാൻ പറ്റില്ല, എനിക്ക് തോന്നുന്നത് താഴോട്ട് വീഴും എന്ന് തോന്നുന്നൊരു ഫീലിംഗ് വന്നു. ആൻഡ് ദ മൂമെന്റ് ഷീ ഗോട്ട് ഇൻസൈഡ്, ആൾ ഇട്ടിരുന്ന ആ ഒരു കോട്ട് മാർട്ടിൻ്റെ ദേഹത്ത് ഒരഞ്ഞു. ആൻഡ് ഹി ഹാഡ് ടു സ്ക്വീസ് ഹിംസെൽഫ്, ഇങ്ങനെ ശരീരമെല്ലാം കൂടെ ഇങ്ങനെ സ്ക്വീസ് ചെയ്തിട്ട് ഒരു കോണിലോട്ടാവേണ്ടി വന്നു മാർട്ടിന്. വേറൊരാൾക്ക് ആ ഒരു എലിവേറ്ററിലോട്ട് കയറാനുള്ള സ്പേസ് ഇനി ഉണ്ടായിരുന്നില്ല. ആ ലേഡി കയറിയതും ഡോറ് ക്വിക്ക്ലി ക്ലോസ് ചെയ്തു. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഒരു എലിവേറ്ററിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമ്മൾ കയറി കഴിഞ്ഞിട്ട് നമ്മൾ തിരിഞ്ഞു നിന്ന് ഡോറിനെ ഫേസ് ചെയ്ത് നിൽക്കും. പക്ഷേ ഈ ലേഡി അങ്ങനെ ചെയ്തില്ല. ഈ ലേഡി അതേ നിപ്പ് നിന്നിട്ട് മാർട്ടിനെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു. മാർട്ടിൻ അപ്പോൾ എന്ത് ചെയ്തു, ഒരു നിമിഷം നേരത്തിന് ആളെ ഒന്ന് നോക്കി. സോ ഹി ലുക്ക്ഡ് അറ്റ് ഹർ ഫോർ എ മൊമെന്റ്. എന്തൊക്കെയാണ് മാർട്ടിൻ മനസ്സിലാക്കിയത്? ഷീ ഹാഡ് large fleshy cheeks and no chin, just a huge mass of neck. Her blue eyes were tiny but sharp. They seemed to be boring into Martin's face. Appo she was a very huge lady, huge face ആയിരുന്നു, full of flesh, cheeks and no chin. താടിയില്ല, അതുപോലെ തന്നെ ഈ കഴുത്തിന് പകരം ഒരു ഹ്യൂജ് മാസ് ആയിരുന്നു, മാംസക്കട്ടി മാത്രമായിരുന്നു, കഴുത്തെന്ന് പറയാൻ പറ്റില്ല അതിനെ. She had blue eyes, ചെറിയ blue eyes, but they were very sharp. And our eyes were so sharp that Martin felt as if ആ കണ്ണുകൾ മാർട്ടിൻ്റെ ഫേസിനെ ഇങ്ങനെ കുത്തി നോവിക്കും, അല്ലെങ്കിൽ കുത്തി കയറി പോകുന്ന പോലെ ഒരു നോട്ടമായിരുന്നു. അത് ഒറ്റ നിമിഷം കൊണ്ട് മാർട്ടിൻ നോക്കി, എന്നിട്ട് അവൻ്റെ ഐസൈറ്റ് അവിടുന്ന് മാറ്റി. Then Martin looked away, but the woman didn't turn around. Was she still looking at him? He glanced at her quickly, then looked away again. She was still watching him. He wanted to close his eyes, he wanted to turn around and stare into the corner, but how could he? The elevator creaked down to 12, then 11. The piggy eyes were still looking at him. She had to be crazy. Why else would she stare at him like this? What was she going to do next? So this lady was continuously looking at Martin with her sharp eyes. And Martin ഇടയ്ക്കിടയ്ക്ക് അവർ നോക്കും, പിന്നെയും കണ്ണ് മാറ്റും. ആൻഡ് കണ്ടിന്യൂസ് മാർട്ടിനെ നോക്കുന്നത് കണ്ടപ്പോൾ കണ്ണ് ഇറുക്കി പിടിച്ചിട്ടിരിക്കാനാണ് മാർട്ടിന് ആദ്യം തോന്നിയത്. പിന്നെ തോന്നിയത് ഏതെങ്കിലും ഒരു കോർണറിലോട്ട് തിരിഞ്ഞിട്ട് അങ്ങോട്ട് നോക്കി നിൽക്കാമെന്നാണ്. പക്ഷെ തിരിയാൻ വിട്ടിട്ട് അനങ്ങാൻ പോലും മാർട്ടിന് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ലേഡി എന്നെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? വൈ ഷീ ഈസ് ലുക്കിംഗ് അറ്റ് ഹിം? ഈസ് ഷീ ക്രേസി? ഈസ് ഷീ പ്ലാനിങ് ടു ഡു സംതിങ് ടു മാർട്ടിൻ? നോക്കാം. ഷീ ഡിഡ് നത്തിങ്. ഷീ ഓൺലി വാച്ച്ഡ് ഹിം ബ്രീത്തിങ് ലൗഡ്ലി until the elevator reached the first floor at last. Martin wanted to run past her to get out, but there was no room. He could only wait as she turned and moved slowly out into the lobby. Then he ran. He didn't care what she thought. He ran nearly all the way to school. So എങ്ങനെയെങ്കിലും ഫസ്റ്റ് ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ഇറങ്ങി ഓടണം എന്നായിരുന്നു മാർട്ടിൻ്റെ ചിന്ത. ഈ ലേഡി നോക്കിക്കൊണ്ടിരുന്നേ ഉള്ളൂ, ഒന്നും ചെയ്തിരുന്നില്ല, ഒന്നും പറഞ്ഞില്ല. ഫസ്റ്റ് ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ഈ ലേഡി ഇറങ്ങുന്നതിന് മുമ്പേ മാർട്ടിന് അതിനകത്ത് നിന്ന് ഇറങ്ങി ഓടണം എന്നുണ്ടായിരുന്നു. ബട്ട് ദെയർ വാസ് നോ സ്പേസ്, ദെയർ വാസ് നോ റൂം.
So he had to wait for the lady to go out first and then ഒരൊറ്റ ഓട്ടം വെച്ച് കൊടുത്തു. ആ ഓട്ടം നിർത്തിയത് എവിടെയാണ്? സ്കൂളിലെത്തിയിട്ട്. അവരെന്ത് വിചാരിച്ചിട്ടുണ്ടാവും ഒന്നും ബോദർ ചെയ്യാൻ മാർട്ടിൻ നിന്നില്ല. മാർട്ടിൻ നേരെ ഓടി സ്കൂളിലെത്തി. അന്നത്തെ ദിവസം മൊത്തം മാർട്ടിൻ ഈ ഒരു ലേഡിയെ പറ്റി തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്തൊക്കെയാണ് ചിന്തിച്ചത്? ഹി തോട്ട് അബൌട്ട് ഹർ ഓൾ ഡേ. Did she live in the building? He had never seen her before and the building was not very big. Maybe she was visiting somebody. But 7:30 in the morning was too early for visiting. So എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് മാർട്ടിൻ്റെ മൈൻഡിൽ കൂടെ പോയത്? അവർ ആ ബിൽഡിങ്ങിലാണോ നിന്നിരുന്നത്? അവരെ ഇതിന് മുമ്പ് കണ്ടിട്ടില്ല. ബിൽഡിംഗ് വാസ് നോട്ട് വെരി ബിഗ് എന്ന് ഈ ഒരു സെൻറ്റൻസ് പറയുന്നുണ്ട്. ബട്ട് 17 ഫ്ലോർ ഉള്ള ഒരു ഫ്ലാറ്റ് ബിഗ് തന്നെ ആയിരിക്കണം. ഐ ഡോണ്ട് നോ വൈ ഹി ഫീൽസ് ഇറ്റ് ഈസ് നോട്ട് ബിഗ്. എനിവേസ് മേ ബി അതർ ബിൽഡിങ്സ് ദാറ്റ് ഹി ഹാസ് സീൻ ആർ ബിഗർ ദാൻ ദിസ്. അതുകൊണ്ടാവും ചിലപ്പോൾ അങ്ങനെ ഒരു ചോദ്യം മാർട്ടിൻ്റെ മനസ്സിൽ വന്നേക്കുന്നത്. ആൻഡ് ദെൻ ഹി തിങ്സ് മേ ബി ഷീ ഈസ് കം ടു വിസിറ്റ് സംബഡി. പക്ഷേ 7:30 മണിക്കൊക്കെ ആരുടെയെങ്കിലും വീട്ടിൽ വിസിറ്റിങ്ങിന് വരുമോ എന്നുള്ള ചോദ്യങ്ങളും മാർട്ടിൻ്റെ മനസ്സിൽ വരുന്നു. മാർട്ടിൻ അതൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് വൈകുന്നേരം ആയപ്പം ഹി ഫെൽറ്റ് നെർവസ് ബിക്കോസ് ഹി ഹാസ് ടു ഗോ ബാക്ക്. ഇനി ആ എലിവേറ്റർ കയറുമ്പോൾ ലിഫ്റ്റ് കയറുമ്പോൾ വീണ്ടും ആ ലേഡീനെ കാണുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. Martin felt nervous when he got back to the building after school. But why should he be afraid of an old lady? He felt ashamed of himself. He pressed the button and stepped into the elevator, hoping that it would not stop. But it stopped on the 3rd floor. Martin watched the door slide open, revealing a green coat, a piggish face, and the blue eyes which were already staring at him as if she knew he would be there. So, Martin's പേടി സത്യമായി മാറി. അതിന് മുമ്പ് മാർട്ടിൻ വിചാരിച്ചു, ഞാൻ ഇതിനെങ്ങനെ പേടിക്കുന്നത്? ഈ ഓൾഡ് ലേഡിയെ ഓർത്തിട്ട് ഞാൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ആൻഡ് ഹി സ്റ്റാർട്ടഡ് ഫീലിംഗ് അഷെയിംഡ് ഓഫ് ഹിംസെൽഫ്. വളരെ ധൈര്യത്തിൽ ലിഫ്റ്റിൻ്റെ അടുത്ത് പോയി ബട്ടണൊക്കെ പ്രസ് ചെയ്ത് ഉള്ളിൽ കയറി. ഹി വാസ് ഹോപ്പിംഗ് ദാറ്റ് ഇറ്റ് വിൽ നോട്ട് സ്റ്റോപ്പ് എനിവെയർ. സ്ട്രെയിറ്റ് അവൻ്റെ 17th ഫ്ലോറിൽ പോയിട്ട് നിൽക്കുള്ളൂ എന്നൊക്കെ വിചാരിച്ചു. ബട്ട് 3ാമത്തെ ഫ്ലോറിൽ ആരോ ലിഫ്റ്റിൻ്റെ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ലിഫ്റ്റ് നിന്നു. ഡോർ തുറന്നതും കണ്ടത് ഗ്രീൻ കളർഡ് കോട്ടാണ്. സെയിം ലേഡി വാസ് സ്റ്റാൻഡിങ് ദെയർ ആസ് ഇഫ് ഷീ ന്യൂ ദാറ്റ് മാർട്ടിൻ വുഡ് ബി ദെയർ ഇൻ ദി ലിഫ്റ്റ്. It wasn't possible. It was like a nightmare. But there she was, going up, said Martin, his voice little more than a squeak. She nodded and stepped down. The door slammed. He watched her pudgy hand move towards the buttons. She pressed not 14 but 18, the top floor. The elevator trembled and began to go up. The fat lady watched him. This morning she got on at the 14th floor. So why did she get on at the 3rd floor today and go up to 18? The elevator seemed to be moving more slowly than usual. Martin wanted to press 7 so that he could get out and walk up the stairs, but he couldn't reach the buttons without touching her, and he didn't want to do that. So what is happening with Martin now? ആ ലേഡി കയറിയപ്പോൾ ഇല്ല, ഇത് ഒരു നൈറ്റ്മെയർ ആണോ, ഞാൻ ചിന്തിച്ച പോലെ തന്നെ സംഭവിക്കുന്നുണ്ടല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചെങ്കിലും ധൈര്യം സംഭരിച്ച് മാർട്ടിൻ പറഞ്ഞു, ഈ ലിഫ്റ്റ് മുകളിലോട്ടാണ് പോണേന്ന്. സോ ആ ലേഡി നോഡ് ചെയ്തിട്ട് സ്റ്റെപ്പ് ഇൻ ചെയ്തിട്ട് ആളുടെ ആ വണ്ണമുള്ള കൈകൾ കൊണ്ട് ലിഫ്റ്റിലത്തെ ബട്ടണിൽ പ്രസ് ചെയ്തു. വിച്ച് വാസ് ദ നമ്പർ ദാറ്റ് ഷീ pressed? She pressed not 14 but 18, the toppest floor. And elevator വളരെ ശബ്ദത്തോടു കൂടി മുകളിലോട്ട് പോകാൻ തുടങ്ങി. And lady started doing her work, staring at Martin. അന്ന് രാവിലെ ഈ സ്ത്രീ 14ാമത്തെ ഫ്ലോറിൽ നിന്നാണ് കയറിയത്, 14th ഫ്ലോറിൽ നിന്ന്. ഇപ്പം 3rd ഫ്ലോറിൽ നിന്ന് കയറി പോകുന്നത് 18th ഫ്ലോറിലോട്ട്. അപ്പം ആകെ കൺഫ്യൂഷനായി മാർട്ടിന്. എന്താണെന്നുള്ളത് മാർട്ടിന് മനസ്സിലാവുന്നില്ല. മാർട്ടിനാണെങ്കിൽ എങ്ങനെയെങ്കിലും 7th ഫ്ലോർ എത്തിയപ്പോഴത്തേനും ആ ഡോർ ഓപ്പൺ ചെയ്തിട്ട് പുറത്തിറങ്ങി സ്റ്റെയർ യൂസ് ചെയ്ത് വീട്ടിൽ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആ ലേഡിയുടെ ദേഹത്ത് തൊടാണ്ട് ബട്ടൺസിൽ പ്രസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഹി സ്റ്റേഡ് ദെയർ. When the elevator stopped on his floor, she hardly moved out of his way. He had to squeeze past her, rubbing against her horrible scratchy coat. He was afraid the door would close before he could get out. She turned and watched him as the door slammed shut. Now she knows I live on 17th, he thought.
Have you ever noticed a strange lady in the elevator? He asked his father that evening. Can't say I have, he replied, not looking away from the television. Martin knew he was probably making a mistake, but he had to tell somebody about the woman. She was in the elevator with me twice today. She just kept staring at me. She never stopped looking at me for a minute. What are you so worried about now? His father said, turning impatiently away from the television. What am I going to do with you, Martin? Honestly, now you're afraid of some poor lady? I'm not afraid. You are afraid, said his father. When you're going to grow up and act like a man, are you going to be timid all your life? So now a conversation between father and the son. Elevator 17th ഫ്ലോറിൽ നിന്നപ്പോൾ this lady did not give any way for this boy to get out. അവൻ എങ്ങനെയെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടി സ്ക്വീസ് ചെയ്തിട്ടാണ് ആ ഒരു ലിഫ്റ്റിൽ നിന്നും പുറത്തിറങ്ങിയത്. ആൻഡ് ഓടി വീട്ടിൽ വന്നപ്പോൾ അന്ന് വൈകുന്നേരം അച്ഛനോട് മാർട്ടിൻ ചോദിക്കുകയാണ്, ഏതെങ്കിലും ഒരു സ്ട്രേഞ്ച് ലേഡീനെ അച്ഛൻ കണ്ടിട്ടുണ്ടോ ഈ ഫ്ലാറ്റിൽ? അപ്പോൾ അതിന് മുമ്പ് ആ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മാർട്ടിൻ ഒരു കാര്യം തീരുമാനിച്ചു, ഈ ലേഡിക്ക് ഇപ്പോൾ മനസ്സിലായി ഞാൻ താമസിക്കുന്നത് 17th ഫ്ലോറിലാണെന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് അച്ഛനോട് പോയി ചോദിക്കുമ്പോൾ അച്ഛൻ പറയും, എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ അങ്ങനെ വിയേർഡായിട്ടുള്ള ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന്. മാർട്ടിന് അറിയായിരുന്നു മാർട്ടിൻ ഇതൊക്കെ പറയുമ്പം മാർട്ടിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ചീത്ത കേൾക്കും എന്നുള്ളത്. പക്ഷേ ആരോടെങ്കിലും പറയാണ്ടിരിക്കാൻ മാർട്ടിന് പറ്റുന്നുണ്ടായിരുന്നില്ല. സോ അവൻ പറയും, ഇങ്ങനെ ഒരു ലേഡി 2 പ്രാവശ്യം എൻ്റെ കൂടെ എലിവേറ്ററിലുണ്ടായിരുന്നു. ആളെന്നെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഒരു നിമിഷം പോലും എന്നിൽ നിന്നും കണ്ണ് മാറ്റിയില്ല. സോ മാർട്ടിൻ്റെ അച്ഛൻ ഇറിറ്റേറ്റ് ആയിട്ട് തിരിച്ചിട്ട് പറയും, ഇനി നീ ഇപ്പം എന്തിനാ പേടിക്കണേ? ആരെയാ പേടിക്കണേ? ഞാൻ നിന്നെ എന്താ ഇപ്പം ചെയ്യുക? വന്ന് നീ ഒരു വയസ്സായ സ്ത്രീയെയും പേടിക്കാൻ തുടങ്ങിയോ എന്ന് ചോദിക്കും. അപ്പം മാർട്ടിൻ പറയും, ഇല്ല എനിക്ക് പേടിയൊന്നുമില്ല. മാർട്ടിൻ്റെ അച്ഛൻ പറയും, നിനക്ക് പേടി തന്നെയാണ്. എന്നാണ് നീ ഒന്ന് വലിയ കുട്ടികളെ പോലെ പെരുമാറാൻ പഠിക്കുക? വെൻ ആർ യു ഗോയിങ് ടു ആക്ട് ലൈക്ക് എ മാൻ? ഇനി നിന്റെ ജീവിതകാലം മൊത്തം ഇങ്ങനെ പേടിച്ച് വരണ്ടിരിക്കാനാണോ ഭാവം എന്ന് ചോദിക്കും. സോ ആക്ച്വലി ഫ്രം ദാറ്റ് ചൈൽഡ്സ് പോയിന്റ് ഓഫ് വ്യൂ, ഒരു 12 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു പേടിപ്പെടുത്തുന്ന രൂപം കണ്ടിട്ട് ആ കുട്ടി പേടിച്ച് വരുമ്പോൾ ആ മാർട്ടിൻ വിചാരിച്ചത് അച്ഛൻ എന്തെങ്കിലും ഒരു കംഫർട്ടിംഗ് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ വാക്കുകൾ പറയുന്നതാണ്. പക്ഷെ അതിൻ്റെ എതിരായിട്ട് മാർട്ടിന് നേരിടേണ്ടി വന്നത് അച്ഛൻ്റെ ശകാരങ്ങളാണ്. അപ്പോൾ ആ കുഞ്ഞു മനസ്സിനെ വല്ലാണ്ട് അത് വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. ഹി വാണ്ടഡ് സംബഡി ടു കൺസോൾ ഹിം, ഹി വാണ്ടഡ് സംബഡി ടു ഗിവ് ഹിം കറേജ്. ബട്ട് അതൊന്നും ഇല്ലാണ്ട് അച്ഛൻ നാഗ് ചെയ്യുന്ന പോലെയാണ് മാർട്ടിനോട് സംസാരിക്കുന്നത്. ദിസ് ഈസ് വൈ ദ ഫാദർ ഈസ് ടേംഡ് ആസ് ആൻ ഇൻസെൻസിറ്റീവ് ഫാദർ. ഓക്കെ, അപ്പം മാർട്ടിന് അച്ഛൻ്റെ മുമ്പിൽ വെച്ച് കരയണം എന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവൻ എൻ്റെ റൂമിൽ പോയി. അവിടെ പോയി പൊട്ടി കരഞ്ഞു. മേ ബി ഹി വാസ് മിസ്സിങ് ഹിസ് മദേഴ്സ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഓടി വന്ന് കുട്ടീനെ കംഫേർട്ട് ചെയ്തേനെ, കുട്ടീനെ സമാധാനിപ്പിച്ചേനെ, അവൻ്റെ പേടി മാറ്റിയേനെ. ബട്ട് അച്ഛന്മാർ they always want the boys to be strong and not to be afraid of anything, not to be scared of anybody. But children are children, be it girl or boy. Children are always children. They need that comfort zone, they need that support, they need that mental strength to overcome the fears that they have. That is what I feel. Okay, so rest of the lessons I'll take in the next video. Thank you for watching.